ഹായ്, എൻ്റെ പേര് ദിയ. ഇന്ന് എൻ്റെ പ്രൊജക്ട് പ്രസൻറ്റേഷൻ ആയിരുന്നു. എനിക്ക് കിട്ടിയത് സെൻസിറ്റീവ് സ്കിന്നിൻ്റെ ഹോം റെമഡീസ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാലോ, എന്ത് സ്കിന്നാണെങ്കിലും ക്ലെൻസിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറുപയർ പൊടിയാണ് ഈ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം ഞാൻ എടുത്തത് ടോണറിന് വേണ്ടിയിട്ട് ഞാൻ കുറുന്തോട്ടി വേര് കാച്ചി കുറുക്കിയിട്ടുള്ളൊരു സാധനമാണ് എടുത്തത്. പിന്നെ സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് അരിപ്പൊടിയും അതുപോലെ ഉഴുന്ന് ചിലർക്ക് പറ്റില്ല, അത് നോക്കിയിട്ട് എടുക്കണം. ഉഴുന്നും പിന്നെ കുറച്ച് ചെറുപയർ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തത്. പിന്നെ നമ്മൾ പാക്കിന് വേണ്ടിയിട്ട് എടുത്തത് നവരയരിയും കുറുന്തോട്ടി വേരും കൂടി മിക്സ് ചെയ്തിട്ട് പാലും കൂടി മിക്സ് ചെയ്തിട്ട് കുറുക്കിയിട്ട് എടുത്തതാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാൻ അലോവേരയും അതുപോലെ തന്നെ തേനും കൂടി മിക്സ് ചെയ്തു. പിന്നെ നവരേരി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു റെഡ് കളറിലുള്ളതാണ് നവരേരി. പിന്നെ കുറുന്തോട്ടി വേര് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ആയുർവേദ കൂട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമുക്ക് നാട്ടിലൊക്കെ കിട്ടും, പറമ്പിലൊക്കെ ഉണ്ടാവും. അതാണിത്. പിന്നെ കറ്റാർവാഴ എല്ലാവർക്കും അറിയാമല്ലോ. അത്രയേ ഉള്ളൂ.